മാർച്ച് 2020 നടന്ന കേരള ഹയർ സെക്കൻഡറി +1 പരീക്ഷയുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. മാർച്ച് 2020 പാറ്റേൺ അനുസരിച്ച് 5 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസിനെ മാറ്റിയിരിക്കുക. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ സെക്ഷനിൽ 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 8 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയാകും. മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യനുകളാണ്. അതിൽ 2 ചോയ്സസ് ഉള്ളതുകൊണ്ട് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം എഴുതിയാൽ മതിയാവും. ഡി സെക്ഷനിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ചോയ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാവും. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോയ്സാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയാകും. അങ്ങനെ ടോട്ടലായിട്ട് 30 ക്വസ്റ്റ്യൻസ് ആണ് 2020 ചോദിച്ചത്. അതിന് ടോട്ടലായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന മാർക്ക് 60 സോ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സി ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ binds proton and neutrons in a nucleus. സോ സാധാരണ നമ്മുടെ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ സ്ട്രോങ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒരുമിച്ച് നടത്തുന്ന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതിനെ ഫണ്ടമെൻ്റൽ ഫോഴ്സസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സായിട്ടാണ് കണക്കാക്കുക. അതോടൊപ്പം ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സായിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തതിൽ ഫോർ ദ ക്വസ്റ്റ്യൻ വി ഗെറ്റ് ദ ആൻസർ ആസ് ദ തേർഡ് ചോയ്സ്. നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 4 pairs of initial and final position of a body along an x-axis are given. Which pair gives a positive displacement of the body? അപ്പോൾ നമുക്ക് say this is the first displacement and this is the second location. സോ ആദ്യത്തെ ചോയ്സസിൽ നമുക്ക് -10ഉം സെക്കൻഡിൽ +15 ആണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഫൈനൽ മൈനസ് ഇനിഷ്യലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ R2 മൈനസ് R1. So that is equal to 15 minus 10. So we get that is equal to as 25 plus 25. അപ്പോൾ അതേപോലെ നമുക്ക് രണ്ടാമത്തെ ചോയ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ലൊക്കേഷൻ -5ഉം സെക്കൻഡ് ലൊക്കേഷൻ -12ഉം ആണ്. സോ R2 മൈനസ് R1 എന്ന് പറയുമ്പോൾ -12 -5. So that is equal to -12 plus 5. So that is equal to -7. So the third choice, the final position minus initial. So -5 minus -2. So that is equal to -5 plus 2. So that is equal to -3 units. The similar way നമുക്ക് നാലാമത്തെ ചോയ്സും കാണാം. അപ്പോൾ നാലാമത്തെ ചോയ്സിലെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്, -2 ആണ്. സോ -1. അപ്പോൾ അതിലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ആണ്. സോ ഫോർ ദ സെക്കൻഡ് വൺ വി ഗെറ്റ് ദ ആൻസർ ആസ് ദ ചോയ്സ് എ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ തേർഡ് ക്വസ്റ്റ്യൻ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്. അപ്പം സാധാരണ രൂപത്തിൽ നമുക്ക് ന്യൂട്ടൻ്റെ 3 നിയമങ്ങളിൽ ആദ്യത്തെ നിയമം സംസാരിക്കുന്നത് ഇനേർഷ്യയെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കവിടെ 3 ടൈപ്പ് ഇനേർഷ്യകളുണ്ടെന്ന് ഓർമ്മയിരിക്കട്ടെ. സോ ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. സോ ഹിയർ ദ ആൻസർ ഇസ് ദ തേർഡ് ചോയ്സ്. നെക്സ്റ്റ് വൺ, ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ കൺസെപ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഫോഴ്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്. ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്
ഓർ ടോർക്ക്. അതേപോലെ നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ, നമ്മുടെ ലീനിയർ മൊമെൻറ്റത്തിന് പകരമായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ടേമാണ് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം, ദാറ്റ് ഈസ് കോൾഡ് ആംഗുലാർ മൊമെൻറ്റം. So here for fourth question we get the answer as the fourth choice. Then that is 5. Another one. The Young's modulus of rubber is greater than or less than or equal to steel. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവിഷൻ ബൈ ദ ലീനിയർ സ്ട്രെയിൻ എന്നാണ്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. ദ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ അവിടെ വളരെ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റീല് നമ്മൾ കൺസിഡർ ചെയ്തു, റബ്ബർ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരേ ലെങ്ത് ഉള്ള ഒരു ഏരിയ ഉള്ളത് നമ്മളൊന്ന് എടുത്തു എന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യങ്സ് മോഡുലസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റൻഷൻ. അപ്പോൾ ഒരേ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ റബ്ബറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് കമ്പയർഡ് ടു ദ സ്റ്റീലിൻ്റെ. അപ്പോൾ എക്സ്റ്റൻഷൻ കൂടുമ്പോൾ വൈയുടെ വാല്യൂ അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാം യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ലെസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. സോ വി ക്യാൻ കോഡ് ദ ആൻസർ as ബി ചോയ്സ്. 6 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്ക് വീതം നൽകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇവിടുത്തെ 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി ഓഫ് മാസ് എം, velocity v moving in a circular orbit of radius r, that is given as F is equal to m into v square by r. Write the dimensional formula of a force. B choice. Using the formula of a centripetal force, write an equation to find the percentage error in centripetal force. സോ ആദ്യം നമുക്ക് ഡയമെൻഷണൽ ഫോഴ്സ് ഫോർമുല ഓഫ് ഫോഴ്സ് ആണ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡയമെൻഷൻ ഓഫ് എഫ് കണ്ടുപിടിക്കാം. അത് ഡയമെൻഷൻ ഓഫ് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ ബൈ ദ ഡയമെൻഷൻ ഓഫ് ആർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ ടി റൈസ് ടു -1. സോ ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഫോർ വെലോസിറ്റി ബൈ എൽ. So that is equal to m l square t raised to -2, that division by l. ഒരു l cancel ആയാൽ m l t raised to -2. So that is the concept. What about നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Using the formula of centripetal force, write an equation to find the percentage error in centripetal force. സോ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എം വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എറർ ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ദ റിലേറ്റീവ് എറർ ഇൻറ്റു 100%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം നമ്മുടെ റിലേറ്റീവ് എറർ ഇൻ മാസ് ആണ് ആദ്യം വേണ്ടത്, ഡെൽറ്റ എം ബൈ എം പ്ലസ് ഇവിടെ വി സ്ക്വയർ ആണ്, എൻ ടേം ആണ്. സോ 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി പ്ലസ് ആറിൻ്റെ ഡെൽറ്റ ആർ ബൈ ആർ, ദാറ്റ് മച്ച് ഇൻറ്റു 100%. സോ ദാറ്റ് ഈസ് ദ റിലേഷൻ, ദ പെർസെൻറ്റേജ് എറർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാർഗം. സോ വി ക്യാൻ മൂവ് ടു ദ 7th ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം നമ്മുടെ ന്യൂട്ടൻ്റെ രണ്ടാം നിയമം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം, സെക്കൻഡ് ലോ. സോ സെക്കൻഡ് ലോ നമുക്കറിയാം, ദ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ബിക്കം 0, ദാറ്റ് മീൻസ് നമുക്കിങ്ങനെ എഴുതാം, ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആകും. ദാറ്റ് ഈസ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് പറയുന്നത് 0 ആകും. ദാറ്റ് ഈസ് ഫൈനൽ ഈക്വൽ ടു യെസ്. ദാറ്റ് മീൻസ് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആണെങ്കിൽ ഒരു ബോഡിക്ക് നമുക്ക് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് എന്ന് പറയാം. പക്ഷേ സാധാരണ മെക്കാനിക്സ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എം ടു വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് അർത്ഥം.
Normally mass is a constant. That means the body is moves with the uniform velocity. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. So we can move to the next question, number 8. Find out the sign of work done in the following cases. അതിൽ എ ചോയ്സ് ആയിട്ട് പറയുന്നത് വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ദ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് വെൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് ആദ്യം വരികയാണെങ്കിൽ. സോ എ ബക്കറ്റ് ഈസ് there. So that is, so by applying a force, ആ ബക്കറ്റ് മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ. അതുകൊണ്ട് നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എഫ് ഡോട്ട് എക്സ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ എന്നല്ലേ പറയുന്നത്. അവ തമ്മിലുള്ള ആംഗിൾ 0 അല്ലയോ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് പോസിറ്റീവ് വാല്യൂ ആയിട്ട് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആസ്പെക്ട്സിലേക്ക് നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുന്നത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ദെയർ ഈസ് എ ബോഡി ഈസ് ദെയർ. അവിടുത്തെ ഫോഴ്സസുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടെ വെയിറ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു ആസ് എം ജി സൈൻ തീറ്റ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മേപ്പോട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നു എന്നറിയാം. പക്ഷേ ഇവിടെ പറയുന്നത് ദാറ്റ് ഒരു ബോഡി സ്ലൈഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് താപ്പോട്ടായിരിക്കും. സോ അവിടെ ഫ്രിക്ഷനും ഡി വിയും ഇത് രണ്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ആവും. അപ്പോൾ നമ്മളുടെ വർക്ക് ഡണ്ണിലെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ ഈസ് ദെയർ. സോ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാഴ്ചപ്പാടിലേക്ക് നമുക്ക് നോക്കാം. സി ചോയ്സ്. Work done by an applied force on a body moving on a rough horizontal plane. അപ്പോൾ ഒരു റഫ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മുടെ ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതേ ഡയറക്ഷൻ ആയിരിക്കും. വട്ട് ഓർ മേ ബി ദ പ്രസൻസ് ഓഫ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ബോഡിയുടെ അപ്ലൈ ചെയ്ത ഫോഴ്സുമായിട്ടുള്ള വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഡയറക്ഷനിൽ തന്നെ ബോഡി മൂവ് ചെയ്യുന്നത് കൊണ്ട് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം നമുക്ക്. സോ വി ക്യാൻ മൂവ് ടു ദ ലാസ്റ്റ് കൺസെപ്റ്റ്. വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. അപ്പം വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലം നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കട്ടെ. സോ സ്വാഭാവികപരമായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികപരമായിട്ട് എയർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 180 കൺസെപ്റ്റിലേക്ക് നമുക്ക് വരുത്താം. സ്വാഭാവികപരമായിട്ടും നെഗറ്റീവ് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. So that is a very important ആയിട്ടുള്ള question. So we can move with the question number 9. A good question is waiting there. A cord of a negligible mass is wound around the rim of a flywheel mounted on a horizontal axis. So it is rotating. Okay, fine. Calculate the angular acceleration of the wheel if a steady pull of 25 Newton is applied. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഇക്വേഷൻ ടോർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ലീനിയർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ. ബട്ട് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എം ഇൻറ്റു എ പറയുന്ന മാതിരി ഐ ആൽഫ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ എഫ് ഇൻറ്റു എന്താണ് പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ആക്സിസ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് തന്നെയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫ്ലൈ വീലിന് നമ്മൾ ഡിസ്കായിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ. ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ആർ ക്യാൻസലായി. സോ ആൽഫ ടേക്ക് ദ വാല്യൂ ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഡിവിഷൻ ബൈ എം ഇൻറ്റു ആർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദ ഫോഴ്സ് ആസ് 25 ബൈ മാസ്. സോ ദ മാസ് ഈസ് 20 ഇൻറ്റു ദാറ്റ് റേഡിയസ് ആസ് 0.2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, so 10, that decimal is cancelled, 2 to cancel, 25 by 2, so 12.5. നമുക്ക് ആൽഫയുടെ യൂണിറ്റ് അറിയാം, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. So it's a good question. We get the answer
in radian per second square. Number 10. The escape speed of an object from the earth is 11.2 km per second. In first question, define the escape speed of an object. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് the minimum speed required for an object to escape from the earth's gravitational attraction. So that value, that is a very important one. നമുക്ക് അതിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് പറയാം √2gm ഡിവിഷൻ ബൈ ആർ. സോ അത് മാസ് ഓഫ് ദ പ്ലാനറ്റിനെയും അതിൻ്റെ റേഡിയസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് വാട്ട് അബൌട്ട് ദ ബി ചോയ്സ്? ബി പറയുന്നത് ഹൗ എസ്കേപ്പ് സ്പീഡ് ഈസ് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദി ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന അതിൻ്റെ മാസിനെയോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആംഗിളിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ റെസ്പെക്റ്റീവ് പ്ലാനറ്റിൻ്റെ മാസിനെയും റേഡിയസിനെയും മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം ദാറ്റ് എസ്കേപ്പ് സ്പീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദാറ്റ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ഒരു കാരണവശാലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ 11th question. Beam of different cross-sectional shapes are shown in figure. Why the beam B is using in the construction of bridges, റെയിൽവേയുടെയൊക്കെ പാളങ്ങൾ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? സി, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ഷേപ്പിൽ നമ്മൾ മോർ വെയ്റ്റ് ആഡ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബക്ലിംഗ് വിൽ ഹാപ്പൻ. ബക്ലിംഗ് ഇൻ ദ സെൻസ്, സി, ദ ബെൻഡിങ് വിൽ ഹാപ്പൻ. So that is a very important one. So more bending will happen because of this structure. അപ്പോൾ അതിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബീമാണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവനുണ്ടാകുന്ന ബെൻഡിങ് നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകുന്നത് ഓൺ ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം കേസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകാൻ സാധ്യതയുള്ളത് ടോപ്പ് ബോട്ടം ആയിരിക്കും. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ ഒരു കൺസെപ്റ്റ് കൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അതിലെ മിഡിലിലെ മെറ്റീരിയൽ മാത്രം നമ്മൾ നിർത്തുന്നത് വഴി, ഇത് അവോയ്ഡ് ചെയ്യുന്നത് വഴി നമുക്ക് മെറ്റീരിയൽ ഒത്തിരി ലാഭിക്കുവാനുള്ള കൺസെപ്റ്റുണ്ട്. അതോടൊപ്പം ബക്ലിംഗ് ഒഴിവാക്കാനും ഈ പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഗുണം ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഐ സെക്ഷൻ ഗിർഡേഴ്സ്. അപ്പോൾ നമുക്ക് ഗിർഡേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ഒത്തിരി മെറ്റീരിയൽസ് ലാഭിക്കാൻ നമുക്ക് പറ്റും. മോർ സ്ട്രെങ്ത് നമുക്ക് അതിൽ കയറ്റുവാനും നമുക്ക് പറ്റും. സീ ദ നെക്സ്റ്റ് വൺ. ഫോർ ഗിവൺ ഫിഗർ ഷോസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദ ഹൈഡ്രോളിക് ലിഫ്റ്റ്. The radius of small piston is 5 cm and that of larger piston is 15 cm. Calculate the force F if the mass of the car to the lifted is 1350 kg. അപ്പോൾ അവിടെ നമുക്ക് ഓർക്കാം, നമ്മുടെ ആ ഫ്ലൂയിഡ്സിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫാസ്കൽസ് ലോ ആണെന്നറിയാം. ദാറ്റ് മീൻസ് അറ്റ് എനി പോയിൻ്റ് ദ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സ്മോൾ പിസ്റ്റൻസിന് നമ്മൾ 1 എന്നും ലാർജ് പിസ്റ്റണിന് 2 ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ F1/A1 ഷുഡ് ഈക്വൽ ടു F2 ഡിവിഷൻ ബൈ A2 ആണ്. നമുക്ക് വേണ്ടത് സ്മോൾ ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് F1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് F2 ഇൻറ്റു A1/A2 എന്നാണ്. പക്ഷെ നമുക്കറിയാം ദാറ്റ് A1 എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഫ്രെയിം എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ πRn² π R2². So that is equal to F2 into R1/R2, that much square.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഓർക്കുക, F2 എന്ന് പറയുന്നത് 1350 കിലോഗ്രാം വെയിറ്റ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. സോ 1350 ഇൻറ്റു 9.8. അപ്പോൾ അവിടെ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മളോട് പറയുന്നത്. ആൻഡ് R2 എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1350 ഇൻറ്റു 9.8 ഇൻറ്റു 5, 15 എടുക്കും 1/3 സ്ക്വയർ ആണ്. സോ 1/9 ആണ്. സോ യു ഗെറ്റ് ദ ആൻസർ റഫ്ലി 1470 ന്യൂട്ടൺ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഡു യു മീൻ ബൈ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്? അപ്പോൾ അതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് വി ആർ വിത്ത് എ ബീക്കർ വിത്ത് എ ലിക്വിഡ്. അപ്പോൾ നമ്മളൊരു കാപ്പിലറി ട്യൂബ്, അപ്പോൾ ഒരു കാപ്പിലറി ട്യൂബ് നമ്മൾ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലിക്വിഡ് ദാറ്റ് ഈസ് rises to the, so that is what is called that capillary rise. With respect to the surface ലിങ്ക് എടുക്കുമ്പോൾ സർഫസിനേക്കാളും അത് കൂടുതൽ ഹൈറ്റിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. സോ വെൻ എ കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്ഡ്, വെൻ എ കാപ്പിലറി ട്യൂബ് ഈസ് ഡിപ്ഡ് in a liquid, the liquid rises in the tube. This phenomenon is called a capillary rise. So what is the phenomena responsible for it? So that is a very important question, and keep in mind the surface tension. Surface tension ആണ് അതിന് റീസൺ ആയിട്ട് വരുന്നത്. ഓർക്കുക, ദാറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 2t cos theta ഡിവിഷൻ ബൈ r rho ഇൻറ്റു g. അവിടെ t എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ്, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്, ആൻഡ് the radius of the tube ആണ് the density of the liquid under consideration. See the question number 14. Show that the function sin omega t minus cos omega t represents a simple harmonic motion. നമുക്കത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നതായിട്ട് എങ്ങനെ മാറ്റാം? നമുക്കറിയാം, ഒരു സൈൻ ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോസ് ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സപ്പോസ് വി ക്യാൻ റൈറ്റ് എസ് y is equal to say sin omega t minus cos omega t. ഇതിനെ ഒരൊറ്റ ഫംഗ്ഷനാക്കി മാറ്റാൻ വേണ്ടി ഞാനൊരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ് ഓരോ ടേമിനെയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സൈൻ 45 എന്ന് പറയുന്നത് ഓർ π/4 എന്ന് പറയുന്നത് 1/√2 ആണ്. അതേ വാല്യൂ തന്നെയല്ലേ കോസ് 45ക്ക് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് 45 വി ക്യാൻ റൈറ്റ് ടു ബി ആസ് π/4. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആസ് √2 ഇൻറ്റു ആസ് കോസ് π/4 സൈൻ ഒമേഗ ടി മൈനസ് √2 ഇൻറ്റു sin π/4 cos omega t. That is, we can write as √2 into sin omega t cos π/4 minus cos omega t sin π/4. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് sin a cos b മൈനസ് cos a sin b അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് sin ഓഫ് a മൈനസ് b അല്ലേ? സോ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്തൂടെ, സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/4. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇത് ഒരു സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഈ റെപ്രസെൻറ്റേഷൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമ്പർ 15. A steel wire has a length, it is given as L is equal to 12 meter and a mass of 2.10 kilogram is there. What is the tension in the wire if the speed of transfer wave on the wire is 343 meter per second? So the speed is given as 343 meter per second. നമുക്കറിയാം on a wire the velocity എന്ന് പറയുന്നത് root of tension division by the linear density.
ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒന്ന് സ്ക്വയർ ചെയ്താൽ വി ഗെറ്റ് വി സ്ക്വയർ എന്ന് പറയുന്നത് TL ബൈ എം. നമുക്ക് വേണ്ടത് ടെൻഷനാണ്. സോ വി സ്ക്വയർ എം ഡിവിഷൻ ബൈ എൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 343 ഇൻറ്റു 343 into masses 2.10 by that length is given as 12 meter. So we get the answer as equal to 2.06 into 10 to the power of raised to 4 Newton. So that is the answer. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് 2 വീഡിയോയിലായിട്ടായിരിക്കും ചെയ്യുക. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.